INS കുർസുറ S-20 ഇന്ത്യൻ നാവികസേനയുടെ കൽവാരി ക്ലാസ്, അതായത് ഫോക്സ്ട്രോട്ട് ക്ലാസിൻ്റെ ഒരു വേരിയൻ്റ് ആയിരുന്നു. കുർസുറ സബ്മറൈൻ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് 20 രൂപയാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം 6 പേരുള്ള ഒരു ഗ്രൂപ്പ് ആയി തിരിച്ചതിന് ശേഷമേ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം സെക്യൂരിറ്റി നമുക്ക് അനുവദിക്കുകയുള്ളൂ. കാരണം മ്യൂസിയത്തിൽ, അതായത് സബ്മറൈൻ്റെ അകത്തുള്ള തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. INS കുർസുറ S-20 ഇന്ത്യൻ നാവികസേനയുടെ കൽവാരി ക്ലാസ്, അതായത് ഫോക്സ്ട്രോട്ട് ക്ലാസിൻ്റെ ഒരു വേരിയൻ്റ് ആയിരുന്നു ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ. ഇന്ത്യയുടെ 5ാമത്തെ സബ്മറൈൻ ആയിരുന്നു കുർസുറ. 1969 ഡിസംബർ 18-നാണ് കുർസുറ കമ്മീഷൻ ചെയ്തത്. 31 വർഷത്തെ സേവനത്തിന് ശേഷം 2001 ഫെബ്രുവരി 27-ന് അത് നിർത്തലാക്കപ്പെട്ടു. 1971-ലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത കുർസുറ അവിടെ പെട്രോളിംഗ് ദൗത്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മറ്റു രാജ്യങ്ങളുമായി നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുകയും മറ്റു രാജ്യങ്ങളിൽ നിരവധി സൗഹാർദ്ദങ്ങളും സന്ദർശനങ്ങളും കുർസുറ നടത്തുകയുണ്ടായിട്ടുണ്ട്.
കുറുസോറ സബ്മറൈൻ നിർത്തലാക്കിയതിന് ശേഷം വിശാഖപട്ടണത്തെ RK ബീച്ചിലെ ഒരു പൊതുപ്രവേശനത്തിനായി ഒരു മ്യൂസിയമായി നിലകൊള്ളുന്നു. ഒറിജിനാലിറ്റി നിലനിർത്തുന്ന ചുരുക്കം ചില സബ്മറൈൻ മ്യൂസിയങ്ങളിൽ ഒന്നാണ് കുർസുറ. വിശാഖപട്ടണത്ത് തീർച്ചയായും നിങ്ങൾ വരുമ്പോൾ സന്ദർശിക്കേണ്ട ഒരു മ്യൂസിയമാണ് കുർസുറ മ്യൂസിയം. ഈ കുർസുറ നിർത്തലാക്കിയ സബ്മറൈൻ ആയിരുന്നിട്ടും നാവികസേനയുടെ ഡ്രസ്സിംഗ് ഷിപ്പ് ബഹുമതി ഇപ്പോഴും കുർസുറയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇത് സാധാരണയായി സജീവമായ കപ്പലുകൾക്ക് മാത്രം നൽകുന്ന ഒരു ബഹുമതിയാണ്. ഡിസംബർ 18 സോവിയറ്റ് യൂണിയനിലെ റിഗ എന്ന സ്ഥലത്താണ് കുർസുറ നിയോഗിക്കപ്പെട്ടത്. ഇന്ത്യയുടെ 4ാമത്തെ സബ്മറൈനായിരുന്നു കുർസുറ. കമാൻഡർ ഓഡിറ്റോ ആയിരുന്നു കുർസുറയുടെ ആദ്യത്തെ കമാൻഡർ. 1970 ഫെബ്രുവരി 20 കുർസുറ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ യാത്ര ആരംഭിച്ചു. 1970 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ നീണ്ടുനിന്ന കുർസുറ തിരിച്ചുവരവിൽ ഗെറ്റേബർഗ്, ലാ കൊറൂന, ഡക്കാറോ ഡി മൗറീഷ്യസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചാണ് ഇന്ത്യയിലെത്തിയത്. കുർസുറയെയും സഹോദരി ബോട്ട് INS കരഞ്ചിനെയും ഇന്ത്യൻ നാവികസേനയുടെ വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുകയും ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വെസ്റ്റേൺ നേവൽ കമാൻഡിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിലേക്കും മക്രാൻ തീരത്തിലേക്കും പെട്രോളിംഗ് സമീപിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനായി അവർ വെയിറ്റിംഗ് സ്റ്റേഷനുകൾ, സബ്മറൈൻ സങ്കേതങ്ങളും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 1970 കപ്പലിന് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ രഞ്ജിത്ത് എന്ന ഡിസ്ട്രോയറുമായി കൂട്ടിയിടിച്ച് കരഞ്ചിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ബോട്ടിൻ്റെ കേടുവന്ന ഭാഗങ്ങളുടെ ഡ്രോയിങ്ങുകളൊന്നും ബോംബെ ഡോക്യാർഡിനോ ഇന്ത്യൻ നാവികസേനക്കോ ലഭിച്ചില്ല. ലോഹജോലിക്കുള്ള ഡിസൈൻ ടൈംപ്ലേറ്റായി ബോംബെയിൽ ഇതിനകം ഡോക്ക് ചെയ്തിരുന്ന കുർസുറ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കരഞ്ച് മാസങ്ങൾക്കുള്ളിൽ നന്നാക്കുകയുണ്ടായി. ആയിരത്തി 1971 ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിൽ കുർസുറ അറബിക്കടലിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് 2 നിയുക്ത പ്രദേശങ്ങളിൽ പെട്രോളിംഗ് ചുമതലകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2 നിയന്ത്രണങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കാൻ ഉത്തരവും ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിർത്തി നിർണയിച്ച ഷിപ്പിംഗ് ഇടനാഴികൾ കടക്കരുതെന്നും പോസിറ്റീവ് തിരിച്ചറിയലിന് ശേഷം മാത്രമേ കുർസുറയ്ക്ക് ഒരു ലക്ഷ്യത്തെ ആക്രമിക്കാനും കഴിയുള്ളൂ. ഏതെങ്കിലും പാകിസ്ഥാൻ നാവിക യുദ്ധക്കപ്പലുകൾ മുക്കുക പ്രത്യേകമായി ഉത്തരവിട്ടപ്പോൾ വ്യാപാരി കപ്പൽ മുക്കുക, പൊതു പെട്രോളിംഗ് നിരീക്ഷണവും നടത്തുക എന്നിവയായിരുന്നു കുർസുറ പെട്രോളിംഗിൻ്റെ
പ്രധാന ലക്ഷ്യം. 1971 നവംബർ 13 സ്വന്തം തുറമുഖത്തു നിന്നും ആരംഭിച്ച കുർസേറ നവംബർ 18 പെട്രോളിംഗ് സ്ഥലത്തെത്തി. നവംബർ 25 വരെ പുതിയ പെട്രോളിംഗ് സ്ഥലത്തേക്ക് മാറ്റിയ സബ്മറൈൻ കുർസേറ നവംബർ 30 വരെ അവിടെ തുടരുകയുണ്ടായി. നവംബർ 30 ശേഷം കരഞ്ചുമായി കടലിൽ പോയി നിർദ്ദേശങ്ങൾ കൈമാറുകയും പിന്നീട് ബോംബെയിലേക്ക് പോകുകയും 1971 ഡിസംബർ 4 അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്രോളിങ്ങിനിടെ ന്യായമായ കാലാവസ്ഥയെ അഭിമുഖീകരിക്കുകയും അന്താരാഷ്ട്ര റൂട്ടുകളിൽ പറക്കുന്ന നിരവധി ടാങ്കറുകളും വാണിജ്യ വിമാനങ്ങളും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുർസേറ. ആദ്യം ഖനികൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും പിന്നീട് പദ്ധതി റദ്ദാക്കുകയായിരുന്നു. 1975 NSTL-58 ടോർപിഡോ പരീക്ഷണത്തിനായി കുർസേറയെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു അന്തർവാഹിനികൾക്കുള്ള സ്പെയർ പാർട്സിനായി ക്ഷാമം ചെയ്യാനായി വർഷങ്ങളോളം കുർസേറ ജോലിയിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വന്നു. പക്ഷേ 1980 സെപ്റ്റംബറിനും 1982 ഏപ്രിലിനും ഇടയിൽ സോവിയറ്റ് യൂണിയനിൽ ഒരു പുനർനിർമ്മാണത്തിന് വിധേയനായി വീണ്ടും പ്രവർത്തനക്ഷമമാക്കി. 1985 INS താരഗിരിയോടൊപ്പം 1994 ഫെബ്രുവരി 21 മുതൽ 24 വരെ പോർട്ട് ബ്ലെയറിൻ്റെ തീരത്ത് സിംഗപ്പൂരിൻ്റെ RSS വിക്ടോറിയയുമായി ആദ്യത്തെ സബ്മറൈൻ വിരുദ്ധ യുദ്ധപരിശീലനത്തിൽ കുർസേറ പങ്കെടുക്കുകയുണ്ടായിരുന്നു. സിംഗപ്പൂരിനൊപ്പം INSS-നൊപ്പം രണ്ടാമത്തെ SW പരിശീലനത്തിലും കുർസേറ പങ്കെടുത്തിരുന്നു. ദുനഗിരി, RSS വാലർ, RSS വിജിലൻസ് 1994 ഡിസംബറിൽ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ജക്കാർത്തയിലും ഒരു നല്ല സന്ദർശനത്തിനായി കുർസേറ സന്ദർശിച്ചിരുന്നു. 31 വർഷത്തെ സേവനത്തിനും 73,500 നോട്ടിക്കൽ മൈൽ ഏകദേശം 1,36,100 കിലോമീറ്റർ 84,600 മൈൽ സ്പീഡിൽ സഞ്ചരിച്ച ശേഷം 2001 ഫെബ്രുവരി 27 കുർസേറ പുറത്താക്കപ്പെട്ടു. ഏകദേശം 2013 നിർത്തലാക്കിയ ശേഷം കപ്പൽ വിശാഖപട്ടണത്തെ RK ബീച്ചിലേക്ക് കൊണ്ടുപോയി ഒരു മ്യൂസിയം കപ്പലായി അവിടെ സ്ഥാപിച്ചു. ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയമാണ്. ബോട്ട് ഒരു മ്യൂസിയത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ആശയം അഡ്മിറൽ V. പാസ്രിച്ചയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അന്തർവാഹിനി 600 മീറ്ററിലേക്ക് അവസാന സ്ഥാനത്തേക്ക് പോകാൻ ഏകദേശം 18 മാസം എടുത്തു എന്നാണ് പറയുന്നത്. $55 മില്യൺ ചെലവായി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 2002 ഓഗസ്റ്റ് 9 ആന്ധ്ര മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ആണ് ഈ സബ്മറൈൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. 2002 ഓഗസ്റ്റ് 24 മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും വിരമിച്ച 6 നാവികസേനകൾ ഗൈഡായും മറ്റൊരാൾ ക്യൂറേറ്ററായും ഇന്ന് സബ്മറൈൻ മ്യൂസിയത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്.
ഒറിജിനാലിറ്റി നിലനിർത്തുന്ന ചുരുക്കം ചില സബ്മറൈൻ മ്യൂസിയങ്ങളിൽ ഒന്നാണ് കുരിശുരയുടെ ഒരു പ്രത്യേകതയാണ്. മ്യൂസിയം ഓരോ വർഷവും നേടുന്ന $10 മില്യൺ വരുമാനത്തിൽ $8 മില്യൺ ഈ സബ്മറൈൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മ്യൂസിയത്തിൽ പ്രവർത്തനത്തിൻ്റെ ആദ്യ 4 മാസങ്ങളിൽ 93,000 ആളുകൾക്ക് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ദിവസേനയുള്ള സന്ദർശകർ സാധാരണയായി ഏകദേശം 600-നും 500-നും ഇടയിലാണെന്നാണ് കണക്ക് വരുന്നത്. സെപ്റ്റംബറിൽ അമേരിക്കൻ നാവികസേനയിലെ വൈസ് അഡ്മിറൽ കരോൾ എം പോട്ടഞ്ചർ അന്തർവാഹിനി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എന്തൊരു അത്ഭുതകരമായ അനുഭവം, ഇന്ത്യൻ നാവികസേന ഈ വിസ്മയകരമായ പ്രദർശനത്തിൽ അഭിമാനം കൊള്ളുന്നു എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സബ്മറൈൻ വളരെ നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിന് സമാനമായ ഒന്നും അമേരിക്കയിൽ തന്നെ ഇല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. 2007 ഡിസംബറിൽ കുരിസോറ ഹൾസിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതിനായി ഒരു വലിയ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം $1.5 മില്യൺ ചെലവിൽ പുതിയ സ്റ്റീൽ പ്ലേറ്റുകൾ ക്രമീകരിച്ചു. 2008 ഓഗസ്റ്റ് വരെ ഏകദേശം 15 ലക്ഷം ആളുകൾ മ്യൂസിയം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. 2010 2,70,000 ആളുകൾ കുരിസോറ സന്ദർശിച്ചു എന്നാണ് കണക്ക്.